പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദാവീദിൻ്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനുമായ യേശു കർത്താവിൻ്റെ നാമത്തിൽ അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ശരീരങ്ങളുടെ ഉയർപ്പ് എന്നതിനെക്കുറിച്ചാണ്. ഈ വചനങ്ങൾ, ഈ ആത്മീയ ശുശ്രൂഷകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധാത്മാവിനാൽ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ഈ മണിക്കൂറിൽ അനേകർ സൗഖ്യം പ്രാപിക്കും. ഒരുപാട് കാലങ്ങളായുള്ള തിന്മയുടെ ആധിപത്യങ്ങൾ വിട്ടൊഴിഞ്ഞു പോകും. കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലുള്ള വചന ശുശ്രൂഷകളിൽ പങ്കെടുത്തപ്പോൾ ദൈവമക്കളുടെ കുടുംബങ്ങളുണ്ടായ വലിയ അത്ഭുതങ്ങൾ, 10,000കണക്കിന് ലെറ്ററുകൾ സാക്ഷ്യങ്ങളായി ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതിൽ 1-2 നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് തലശ്ശേരി നെടുങ്കല്ലിൽ നിന്നുള്ള റോജി എൻജെ എന്ന വ്യക്തിയാണ്. എൻ്റെ പേര് റോജി, വീട് വയനാട്ടിലെ മാനന്തവാടിയിലാണ്. എൻ്റെ മകൻ ഷിബിൻ 3.5 വയസ്സായി. അവൻ ശരിക്കും സംസാരിക്കുകയോ അതരങ്ങൾ ചലിപ്പിക്കുകയോ ഇല്ലായിരുന്നു. അഭിഷേകാഗ്നിയുടെ സമയത്ത് ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഇന്നവൻ വ്യക്തമായി സംസാരിച്ചു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. റോജി എൻജെ, നെടുങ്കലയിൽ വീട്, തൃശ്ശേരി പിയോ ആനപ്പാറ. വലിയൊരു അത്ഭുതം അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഈശോ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുത്ത്. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം. ഇവർ സോജ ജോർജ്, ഇവർ നിലമ്പൂരിൽ നിന്നാണ് ഈ സാക്ഷ്യം നമുക്കായി നൽകിയിരിക്കുന്നത്. ഷാലോം TV-യിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം എന്നും കാണുന്നൊരു എല്ലാ ആഴ്ചയും കാണുന്നൊരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ടും കുട്ടികളില്ലാതിരുന്ന് വിഷമിക്കുമ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന വാർത്ത അറിയുന്നത്. ഒരുപാട് സന്തോഷമുണ്ടായി. അങ്ങനെ ആദ്യത്തെ മാസത്തെ ടെസ്റ്റ് സ്കാനിങ്ങിന് ചെന്നപ്പോൾ സ്കാനിങ് റിപ്പോർട്ടിൽ ഓവറിയിൽ ഒരു വലിയ മുഴ ഉള്ളതായി സ്കാനിങ് റിപ്പോർട്ടിൽ കണ്ടു. വലിയ സങ്കടമായി. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിറ്റേ മാസം വീണ്ടും സ്കാനിങ്ങിന് പോയി. അപ്പോൾ ആ മുഴ കുറേയും കൂടെ വലുതായിരിക്കുന്നതായും അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ വളരെ സങ്കടപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞു പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോന്നു. ഷാലോം TV-യിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കുകയും സാക്ഷ്യപ്പെടുത്താം എന്ന് നേർച്ച നേരുകയും ചെയ്തു.
അതിൻ്റെ ഫലമായി യേശു ക്രിസ്തു ഞങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു. പിന്നീടുള്ള സ്കാനിങ്ങിൻ്റെ സമയത്ത് ആ മുഴ പരിപൂർണമായും വിട്ടുമാറിയിരിക്കുന്നതായിട്ടാണ് സ്കാനിങ് റിപ്പോർട്ടിൽ കണ്ടത്. അതിനുശേഷം പൂർണ്ണ വളർച്ചയെത്തിയൊരു കുഞ്ഞിനെ, ഒരാൺകുഞ്ഞിന് ഞാൻ ജന്മം കൊടുത്തു. ഇപ്പോൾ അവന് 6 മാസം പ്രായമായി. സോജ ജോർജ് നിലമ്പൂരിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹായിക്കാൻ ആരുമില്ലാതെ അന്ധകാരവും അവ്യക്തതയും വേദനയും സങ്കടവും എല്ലാം വന്ന് ചുറ്റും വളഞ്ഞപ്പോൾ അവർ അഭിഷേക് പ്രോഗ്രാമിൻ്റെ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിൻ്റെ നാമത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ കുടുംബത്തിൽ TV-ക്ക് മുന്നിലിരുന്ന് യേശുവിൻ്റെ നാമത്തെ വിളിച്ചു. ആ കുടുംബം അത്ഭുത വിടുതൽ പ്രാപിച്ചു. ഈ നിമിഷങ്ങളിൽ എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ അവിശ്വാസത്തോടെ ഇരുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? നീ അതും ഇതും തറിഞ്ഞ് പരിഹാസത്തോടെ ഇരുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഇന്ന് നീ മുട്ടുമടക്കുമെങ്കിൽ, ഇന്ന് നീ എളിമപ്പെടുമെങ്കിൽ, ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിക്കുമെങ്കിൽ സ്വർഗത്തിൻ്റെ അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുക തന്നെ ചെയ്യും. 2 കരങ്ങൾ ഉയരട്ടെ, കണ്ണുകൾ അടച്ച് എല്ലാ ദൈവമക്കളും ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നു. 34-ാമത്തെ സങ്കീർത്തനത്തിൽ 18-ാമത്തെ തിരുലിഖിതം, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവർ അവിടുന്ന് രക്ഷിക്കുന്നു. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ മഹത്വത്തിൻ്റെ കർത്താവേ, ഓ അത്ഭുതത്തിൻ്റെ ദൈവമേ, ഓ കൃപയുടെ രാജാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ, ഇപ്പോൾ ശക്തി പ്രവഹിക്കട്ടെ കർത്താവേ. ഇപ്പോൾ അത്ഭുത ശക്തിയാൽ തിന്മകളും അന്ധകാരങ്ങളും കുടുംബങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, വിട്ടുമാറാത്ത തിന്മകൾ, മാറിപ്പോകാത്ത രോഗപീഠകൾ, ക്യാൻസർ രോഗങ്ങൾ, മറ്റു പലതരത്തിലുള്ള മാറാവ്യാധികൾ, പകർച്ചവ്യാധികൾ, തിന്മയുടെ ഉപദ്രവങ്ങൾ, പൈശാചിക പീഡകൾ, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ, കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ശല്യങ്ങൾ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദൈവമക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വിട്ടുമാറി അത്ഭുതം വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതപ്രകാരം അപ്പസ്തോലിക സഭ വിശ്വസിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസ ബോധ്യമാണ് ശരീരങ്ങളുടെ ഉയർപ്പ്. ഇന്ന് നമ്മൾ വഹിക്കുന്ന ഈ ശരീരം, നമ്മുടെ ഈ ശരീരം നാളെ ഉയർക്കപ്പെടാനുള്ള ശരീരമാണ്. ദൈവപുത്രൻ്റെ സ്വരം കേൾക്കുമ്പോൾ ഈ ഭൂതലത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കേണ്ട ശരീരമാണ് ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ ഈ ശരീരം. ഇതിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 28-ഉം 29-ഉം തിരുലിഖിതങ്ങൾ. ഇതിൽ നിങ്ങൾ വിസ്മയിക്കണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ദൈവപുത്രൻ്റെ സ്വരം കേൾക്കുമ്പോൾ ഈ ഭൂതലം വിട്ട് ഉയർത്തെഴുന്നേൽക്കേണ്ട ശരീരമാണ് നമ്മുടെ ശരീരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് അച്ഛൻ ഗ്രഹിച്ചു വരുന്ന അതിൻ്റെ ആദ്യ കാലഘട്ടം. അപ്പോൾ അച്ഛനൊരു സ്ഥലത്ത് കാനഡയിൽ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുകയാണ്. ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ആ ശുശ്രൂഷ സമൂഹത്തിൽ ഒരു ചെറുപ്പക്കാരൻ, 10-25 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു. ഞാൻ അവനെ ശ്രദ്ധിച്ചു നോക്കി. ഇതാ അവൻ്റെ കാതിൽ ഒരു വലിയ വള പോലെ ഒരു സാധനം കിടക്കുന്നു. അവൻ്റെ മൂക്കിൽ എന്തൊക്കെയോ അവൻ കുത്തി തുന്നിയിട്ടിരിക്കുന്നു. അവൻ്റെ ചെവിയിലും എന്തൊക്കെയോ അവൻ ഇട്ടിട്ടുണ്ട്. അവൻ്റെ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ എന്തൊക്കെയോ വരച്ച് വെച്ചിരിക്കുകയാണ്. പാമ്പിൻ്റെ ചിത്രം, തേളിൻ്റെ ചിത്രം, പാമ്പ് കുരിശുമേ തലകീഴായി തൂങ്ങിക്കിടക്കുന്ന ചിത്രം, എന്തൊക്കെയാണ് ആ ശരീരത്തിൽ വരച്ച് വെച്ചിരിക്കുന്നത്. നല്ലൊരു മാന്യനായ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനോട് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥനാഭിഷേകമുള്ള ഒരു ചേട്ടൻ, ജോർജ് ചേട്ടൻ ചോദിച്ച്, അല്ലയോ ചെറുപ്പക്കാരാ, നീ എന്താണ് നിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ കാട്ടിക്കൂട്ടിയിരിക്കുന്നത്? ഇത് ദൈവത്തിന് ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അവൻ ചോദിച്ചു, ദൈവത്തിന് ഇഷ്ടമല്ലെന്ന് ആര് പറഞ്ഞു? ഇതുകൊണ്ട് എന്താ തെറ്റ്? എൻ്റെ ശരീരത്തിൽ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൂടെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് വചനബോധ്യമില്ലാത്ത അന്ധകാര ജടിലമായ ചിന്ത. എൻ്റെ ശരീരത്തിൽ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൂടെ എന്ന്. അപ്പോൾ പ്രാർത്ഥനാഭിഷേകമുള്ള ജോർജ് ചേട്ടൻ പറഞ്ഞു, ഇല്ല,
ചെയ്യാൻ പാടില്ല. ഈ ശരീരം വിശുദ്ധമായി സൂക്ഷിക്കണമെന്നും ഇത് നാളെ മരിച്ച് മണ്ണടിഞ്ഞ് മണ്ണോട് മണ്ണായി തീർന്ന ഈ ശരീരം ഒരിക്കൽ ദൈവപുത്രന്റെ സ്വരം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കണമെന്നും ഈ ശരീരമാണ് മഹത്വമുള്ള ശരീരമായി, ആത്മീയ ശരീരമായി രൂപാന്തരപ്പെടേണ്ട ശരീരമാണ് ഈ ശരീരമെന്നും ആ ജോർജ് ചേട്ടൻ ആ ദൈവ പൈതലിന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ ദൈവ പൈതൽ പറഞ്ഞു, അതിനെന്തടിസ്ഥാനമാണുള്ളത്? ദൈവവചനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അപ്പോൾ ജോർജ് ചേട്ടൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായം എടുത്ത് അതിലെ ഈ വചനം കാണിച്ചു കൊടുത്തു. 53-ാമത്തെ വാക്യം, നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. നശ്വരമായ ഈ ശരീരം അനശ്വര ശരീരമായി മാറണം, മർത്യമായ ഈ ശരീരം അമർത്യമായ ശരീരമായി മാറണം. വീണ്ടും ദൈവത്തിൻ്റെ വചനം 1 കൊറിന്തോസ് 15-ാം അധ്യായം 49-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, നമ്മൾ ഈ ഭൗമികന്റെ സാദൃശ്യം സ്വീകരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും സ്വീകരിക്കും. ഈ ജോർജ് ചേട്ടൻ പറഞ്ഞു, എൻ്റെ മകനെ, നിന്റെ ഈ ശരീരം നിനക്ക് തന്നതുപോലെ തന്നെയാണ് ദൈവം യേശു ക്രിസ്തുവിനും ശരീരം കൊടുത്തത്. ഈ ഭൂമിയിലുള്ള ഓരോരുത്തർക്കും ദൈവമാണ് ഈ ശരീരം മെനഞ്ഞ് രൂപപ്പെടുത്തി ഷെയ്പ്പുണ്ടാക്കി കളറ് കൊടുത്ത് കൈകളിലേക്ക് ഏൽപ്പിച്ചു തരുന്നത്. അവൻ ചോദിച്ചു, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ജോർജ് ചേട്ടൻ വീണ്ടും ആ ദൈവ പൈതലിന് ഹെബ്രായ ലേഖനം എടുത്ത് കാണിച്ചു കൊടുത്തു. ഹെബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായം 5-ാമത്തെ തിരുലിഖിതം, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു ക്രിസ്തുവിൽ നിന്ന് പിതാവായ ദൈവം ആഗ്രഹിച്ച ഏറ്റവും വലിയ ബലി എന്താണെന്ന് ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കി. ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും ആവശ്യപ്പെടുന്നതിന് മുമ്പ് ദൈവം ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ദൈവം ഒരു ശരീരം സജ്ജമാക്കി കൊടുത്തിട്ട് പറഞ്ഞു, ഈ ശരീരം വിശുദ്ധമായി സൂക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് ദൈവമക്കൾക്ക് ഈ ശരീരം വിശുദ്ധമായി സൂക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് തിരിച്ചറിവില്ല. ഈ ശരീരം ദൈവം നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വസ്തുവായിട്ടല്ല. നമുക്ക് തോന്നിയത് നമ്മുടെ ശരീരത്തിൽ, ഇത് എൻ്റെ ശരീരമല്ലേ, ഇത് എനിക്ക് തോന്നിയത് എനിക്ക് ചെയ്യാമെന്ന് ചിന്തിക്കരുത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല, പിന്നെയോ ശരീരം കർത്താവിന് വേണ്ടിയുള്ളതാണ്. ഇതൊരു നാൾ കർത്താവിന്റെ സ്വരം കേൾക്കുമ്പോൾ ഈ മണ്ണിൽ നിന്ന് ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ്, കല്ലറകൾ വിട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയുള്ളതാണ് ഈ ശരീരം. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. റോമിലുള്ള വിശുദ്ധ ക്ലെമന്റ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രകാരമാണ്. റോമിലുള്ള വിശുദ്ധ ക്ലെമന്റ് കൊറിന്ത്യയിലുള്ള ഇതുപോലെ ദുർവൃത്തന്മാരും തോന്നിവാസികളും ശരീരത്തിൽ ദുർവൃത്തി ചെയ്യുന്നതിൽ അഭിമാനം കൊള്ളുന്നവരുമായ ജഡികന്മാരായ മനുഷ്യർക്ക് ദൈവികമായ ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ശരീരത്തെ പരിശുദ്ധമായും മുദ്രയെ കറകൂടാതെയും കാത്തു സൂക്ഷിക്കുക. നിത്യജീവൻ പ്രാപിക്കാനാണ് ഇത് നാം ചെയ്യേണ്ടത്. ഈ മാംസം വിധിക്കപ്പെടുകയില്ലെന്നും പുനരുദ്ധാനം ചെയ്യുകയില്ലെന്നും ആരും പറയാതിരിക്കട്ടെ. ഈ ശരീരത്തെ അങ്ങനെ അവഗണിച്ച് തള്ളരുത്. ഈ ശരീരത്തിന് വലിയ വിലയുണ്ട്. ഇത് ദൈവം സജ്ജമാക്കിയ ശരീരമാണ്. എൻ്റെ ദൈവം എനിക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി സജ്ജമാക്കി തന്ന ബലിപീഠമാണ് എൻ്റെ ഈ ശരീരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും സഭാപിതാവായ തെർത്തുല്യൻ ഇതിനെക്കുറിച്ച് പ്രബോധിപ്പിക്കുന്നത് സഭാ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മരിച്ചവരെല്ലാം ഉയർപ്പിക്കപ്പെടുമെന്നും തങ്ങളുടെ ശരീരങ്ങൾ സ്വീകരിക്കുകയും മരിച്ചവരെല്ലാം ഉയർക്കുകയും തങ്ങളുടെ ശരീരങ്ങൾ സ്വീകരിക്കുകയും ചെയ്തതിനു ശേഷം നീതിമാന്മാർ നിത്യജീവനും ദുഷ്ടന്മാർ നിത്യശിക്ഷയും സ്വീകരിക്കും. നീതിമാനായാലും ദുഷ്ടനായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും
ഏത് രാജ്യത്തു നിന്നുള്ളവനായാലും ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുള്ളവനാണെങ്കിലും അവൻ ഒരു നാൾ ഉയർപ്പിക്കപ്പെടും. അവൻ ദൈവപുത്രന്റെ സ്വരം കേൾക്കുമ്പോൾ അവൻ്റെ ശരീരം തന്നെ ഭൂമിയിൽ നിന്ന് ഉയർപ്പിക്കപ്പെടും. ഈ ശരീരം ചാരമായി കടന്നാലും, ഈ ശരീരം മണ്ണോട് മണ്ണായി തീർന്നാലും, ഈ ശരീരം മലമുകളിൽ കടന്നാലും, കടലിൽ കടന്നാലും, പട്ടണത്തിൽ കടന്നാലും, തീരപ്രദേശത്ത് കടന്നാലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് എവിടെ കടന്നാലും ദൈവപുത്രന്റെ സ്വരം കേൾക്കുമ്പോൾ ഭൂതലം വിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് മനുഷ്യന്റെ ശരീരം. ജാതി മത ഭേദമില്ലാതെ സകലരുടെ ശരീരത്തിലും ഇത് സംഭവിച്ചിരിക്കും. അത് ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ നീതിമാന്മാരായി ഈ ശരീരത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിച്ചവര്, ഈ ലോകത്തിൽ വിശുദ്ധമായി ജീവിച്ചവര്, അവര് നിത്യജീവനായും ദുഷ്ടന്മാർ നിത്യനാശത്തിനായും ഈ ശരീരത്തോടുകൂടെ പോകും. ടൊളന്തോ കൗൺസിൽ 11-ാം ടൊളന്തോ കൗൺസിലിൽ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രകാരമാണ്: നാം ഉത്ഥാനം ചെയ്യുമെന്ന് നാം വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ജീവിക്കുകയും സ്ഥിതി ചെയ്യുകയും ചലിക്കുകയും ചെയ്യുന്ന അതേ ശരീരത്തോടു കൂടി ആയിരിക്കും നാം ഉയർത്തെഴുന്നേൽക്കുക. എന്ന് പറഞ്ഞാൽ വേറെ ഒരു ശരീരം വരുമെന്ന് വിചാരിക്കരുത്. ഇപ്പോഴുള്ള ശരീരം എന്താണോ ആ ശരീരത്തോടു കൂടി ആയിരിക്കും ഞാൻ ഉയർത്തെഴുന്നേൽക്കുക. വീണ്ടും 4-ാം ലാറ്ററൻ കൗൺസിൽ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രകാരമാണ്: എല്ലാ മനുഷ്യരും താങ്കൾക്ക് ഇപ്പോഴുള്ള ശരീരങ്ങളോട് കൂടി ഉത്ഥാനം ചെയ്യുമെന്ന് നാം പഠിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഏത് ശരീരമാണുള്ളത് ആ ശരീരം തന്നെയായിരിക്കും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഞാനും നിങ്ങളും വീണ്ടും ധരിക്കാൻ പോകുന്ന ശരീരം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിൽ 3-ാമത്തെ തിരുലിഖിതം: അനേകർ ഭൂമിയിലെ പൊടിയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കും. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും. ഈ ശരീരത്തെ നന്നായി സൂക്ഷിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് സ്വീകാര്യമായ ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ, നാളെ നാം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, ഈ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുന്നതിന് പ്രതിഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് ശ്ലീഹായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്ക് വ്യക്തമായി നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് 1 കൊരിന്തോസ് 15-ാം അധ്യായം 42 മുതൽ 45 വരെയുള്ള തിരുലിഖിതങ്ങൾ. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, മഹിമയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. വിതയ്ക്കപ്പെടുന്നത് ഭൗതിക ശരീരം, പുനർജീവിക്കുന്നത് ആത്മീയ ശരീരം. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ശരീരം നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ ശരീരമാണ് മഹത്വമുള്ള ശരീരമായി രൂപാന്തരപ്പെടാൻ പോകുന്നത്. അതാണ് 1 കൊരിന്തോസ് 15:49. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. ആത്മീയ ശരീരങ്ങളുണ്ട്, ഭൗതിക ശരീരങ്ങളുണ്ട്. മത്സ്യങ്ങൾക്കൊരു ശരീരം, സസ്യങ്ങൾക്കൊരു ശരീരം, മനുഷ്യനൊരു ശരീരം, മാലാഖമാർക്കൊരു ശരീരം. അതുപോലെ സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ നാം വ്യാപരിക്കുമ്പോൾ നമുക്കൊരു ആത്മീയ ശരീരം ഉണ്ടായിരിക്കും. അത് ഇപ്പോഴുള്ള ഈ മർത്യ ശരീരം മഹത്വം പ്രാപിച്ച ശരീരമായിട്ടാണ് അവിടെ നമുക്ക് ആത്മീയ ശരീരമായി തിരികെ കിട്ടുക. ഇതിനെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശ്ലീഹായിലൂടെ പഠിപ്പിക്കുന്ന പ്രകാരമാണ്. ഫിലിപ്പി 3:21: സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ അപരിമേയമായ ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. അന്ന് ഈ ശരീരത്തിന് ഇപ്പോൾ ഇത് അനുഭവിക്കുന്ന ദൈന്യത ഉണ്ടായിരിക്കുകയില്ല. പട്ടിണിയോ മുറവിളിയോ അന്ന് അവിടെ ഉണ്ടായിരിക്കുകയില്ല. ഇന്ന് ഈ ശരീരത്തിന് ഒരുപാട് ദൈന്യതകളുണ്ട്, രോഗങ്ങളുണ്ട്, ക്ഷീണം തോന്നുന്നുണ്ട്, മടുപ്പ് തോന്നുന്നുണ്ട്, വിശപ്പ് തോന്നുന്നുണ്ട്, ദാഹം തോന്നുന്നുണ്ട്. ഒരുപാട് ദൈന്യതകൾ പേറുന്നതാണ് ഇന്ന് ഈ ശരീരം. എന്നാൽ ഈ മർത്യ ശരീരം അവിടുത്തെ അപരിമേയമായ ശക്തി വഴി രൂപാന്തരപ്പെട്ട് ആത്മീയ ശരീരമായി മഹത്വമുള്ള ശരീരമായി രൂപാന്തരം പ്രാപിക്കുമ്പോൾ ഇത് ഈ ദൈന്യതകളൊന്നും ഇല്ലാതെ
ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കാൻ അത്ഭുത അഭിഷേകം പ്രാപിച്ച ആത്മീയ ശരീരമായി ഇത് രൂപാന്തരപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോൾ ഇത് സ്വയം പ്രകാശിക്കുന്ന ഒരു ശരീരമായി മാറുമെന്ന് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 43-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദുഃഖമോ കണ്ണുനീരോ മുറവിളിയോ നെടുവീർപ്പോ അവിടെ ഉണ്ടായിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ മഹത്വം പ്രാപിക്കാനുള്ളതാണ് എൻ്റെ ദൈവം നിങ്ങൾക്കും എനിക്കും നൽകിയിരിക്കുന്ന ഈ ശരീരം. ഈ ശരീരത്തെ അശുദ്ധമാക്കരുത്. ഈ ശരീരത്തെ അശുദ്ധമാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു അശുദ്ധിയാണ് ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 28-ാം വാക്യം പഠിപ്പിക്കുന്നത്. ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. ഈ ശരീരത്തിൽ നിങ്ങൾ പച്ച കുത്തരുത്. എന്താ പച്ച കുത്തുക എന്ന് പറഞ്ഞ അർത്ഥം? ഈ ശരീരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളും ഇഷ്ടമുള്ള രൂപങ്ങളും ഇഷ്ടമുള്ള ഭാവങ്ങളും ഇഷ്ടമുള്ള വ്യക്തികളെല്ലാം വരച്ചു വെക്കുക. ദൈവത്തിൻ്റെ നാമം ഒഴികെ ദൈവത്തിൻ്റെ മുദ്രയൊഴികെ മറ്റൊരു വ്യക്തിയുടെയും ഒരു ശക്തിയുടെയും ഒരു പ്രസ്ഥാനത്തിൻ്റെയും ഒരാളുടെയും രൂപമോ മുദ്രയോ പേരോ ഒന്നും ഈ ശരീരത്തിൽ കൊത്തിക്കൊണ്ട് നടക്കാനോ എഴുതിക്കൊണ്ട് നടക്കാനോ വരച്ചുകൊണ്ട് നടക്കാനോ ദൈവമക്കളെ അനുവദിച്ചിട്ടില്ല. ദൈവവചനം അത് നിരോധിച്ചിരിക്കുന്നു. ഞാനൊരു ദിവസം തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ഇതാ പല വ്യക്തിയുടെ ശരീരത്തിൽ MGRന്റെ പേര് വരച്ച് വെച്ചിരിക്കുക. ചിലർ ജയലളിതനെ വരച്ച് വെച്ചിരിക്കുന്നു. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്നപ്പോൾ ചിലർ പാമ്പിനെ വരച്ച് വെച്ചിരിക്കുന്നു. ചിലർ കുരിശിൽ പാമ്പ് തലകീഴായി തൂങ്ങിക്കിടക്കുന്നത് വരച്ചിട്ടിരിക്കുന്നു. ചിലരുടെ കഴുത്തിലും അല്ല ചിലരുടെ ചെവിയിലും മൂക്കിലെല്ലാം മൂക്കുത്തിയും വളയെല്ലാം തൂക്കിയിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെല്ലാം ദൈവവചന ലംഘനങ്ങളാണ്. ശരീരത്തെ അശുദ്ധമാക്കുന്ന പ്രവൃത്തിയാണത്. നിങ്ങൾ പ്രേമിക്കുന്നവരുടെ പേരുകളെല്ലാം എത്തിക്കൊണ്ട് നടക്കാനുള്ള പത്രമാണ് ഈ ശരീരം എന്ന് വിചാരിക്കരുത്. ചിത്രം വരയ്ക്കാനുള്ള ചുമരാണ് ഈ ശരീരം എന്ന് വിചാരിക്കരുത്. ഇത് വിശുദ്ധമാണ്. ഇറ്റ് ഈസ് ഹോളി ആൻഡ് സീക്രട്ട്. ഇത് വിശുദ്ധമാണ്, ഇത് ദൈവികമാണ്. ഇതിനെ പാവനമായി തന്നെ കരുതണം. തങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ഒരു ദൈവ പൈതൽ അറിഞ്ഞിരിക്കണം. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ ദാസീദാസന്മാരെ, അങ്ങയുടെ പാവപ്പെട്ട ഈ അവകാശത്തെ പല കാലങ്ങളായി പല വിധത്തിൽ വഞ്ചിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും അവരുടെ ശരീരത്തിലെ വിശുദ്ധിയെ നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ മനഃപൂർവ്വം തൊടുത്തുവിട്ടിരിക്കുന്ന കുതന്ത്രങ്ങളാലും നുണോപദേശങ്ങളാലും ഇടർച്ച വെക്കുന്ന ചിന്തകളാലും ദുർബലമായ ഈ ദൈവമക്കളിൽ നിന്ന് എല്ലാ അന്ധകാരത്തിൻ്റെ കോട്ടകളെയും തകർക്കണമേ കർത്താവേ. ഇവരുടെ ശരീരങ്ങളെ അശുദ്ധമാക്കാൻ വേണ്ടി സാത്താൻ മനഃപൂർവ്വം കൊടുത്തിരിക്കുന്ന നുണചിന്തകളുടെ ആധിപത്യങ്ങളിൽ നിന്ന് ഈ ദൈവമക്കൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഓ കർത്താവേ, ഈ നിമിഷം അങ്ങയുടെ ആത്മാവിന് ശക്തി വ്യാപരിക്കട്ടെ. ഓരോ ശരീരങ്ങളിലേക്കും ആത്മാവിന് ശക്തി അയച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളിലേക്കും ആത്മാവിന് ശക്തി അയച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ വംശങ്ങളിലേക്കും ആത്മാവിന് ശക്തി അയച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശരീരത്തെ അശുദ്ധമാക്കാൻ നിർബന്ധിക്കുന്ന ദുർഭൂതങ്ങളെ നസ്രായന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ദൈവമക്കളുടെ ശരീരങ്ങളെ അശുദ്ധമാക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നിയിൽ നിബന്ധിക്കുക. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമുക്ക് സജ്ജമാക്കി തന്നതാണ് ഈ ശരീരം. ഈ ശരീരം എല്ലാ തരത്തിലുള്ള ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. കാണുന്ന ആ പൊട്ടും ഈ പൊട്ടും ധരിക്കാൻ വേണ്ടിയുള്ളതല്ല ഈ ശരീരം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് ദൈവവചനം എതിരല്ല. എന്നാൽ എല്ലാ വസ്തുക്കളും വെറും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മാത്രമല്ല. ചില വസ്തുക്കൾക്ക്, ചില പൊട്ടിന്, ചില കാര്യങ്ങൾക്ക് അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട്. അത് പ്രതിദാനം ചെയ്യുന്ന അത് ഓരോ ബിംബങ്ങളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു ശക്തിയുടെയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ രൂപമോ ഭാവമോ അതിനെ പ്രതിദാനം ചെയ്യുന്ന അതിൻ്റെ ചിഹ്നമോ ആണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ധരിക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി ദൈവമക്കളെ പഠിപ്പിക്കുന്നത്.
സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ദൈവവചനം ആ മേഖലയല്ല അച്ഛനിപ്പോൾ പ്രതിപാദിക്കുന്നത്. അച്ഛനിപ്പോൾ പ്രതിപാദിക്കുന്നത് ഏതെങ്കിലും വ്യക്തിയുടെയോ ശക്തിയുടെയോ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെയോ രൂപമോ ഭാവമോ ചിഹ്നമോ അതിനെ പ്രതിദാനം ചെയ്യുന്ന ബിംബങ്ങളോ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കൊണ്ട് നടക്കുകയോ ധരിച്ചുകൊണ്ട് നടക്കുകയോ മുദ്രയായി കൊത്തുകയോ ചിഹ്നങ്ങളായി ഒട്ടിക്കുകയോ ചെയ്യരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനപ്രകാരം ഉത്ബോധിപ്പിക്കുന്നത്. മന്ത്രിച്ച ചരടുകളും അതുപോലെ കൂട് തകിട് ഹേലസ് മന്ത്രവാദം ക്ഷുദ്ര ഇതിൻ്റെതായ ഒരു വസ്തുവും ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നത് ദൈവവചനം അംഗീകരിച്ചിട്ടില്ല. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവേ, ഈ സമയം അങ്ങയുടെ കൃപയുടെ അത്ഭുതങ്ങൾ കുടുംബത്തിൽ സംഭവിക്കട്ടെ. രോഗികളുടെ മേൽ ഓ കർത്താവേ അങ്ങയുടെ അത്ഭുത സ്പർശനങ്ങൾ ലഭിക്കട്ടെ. കർത്താവേ, ഒത്തിരി കാലങ്ങളായി പല തിന്മയുടെ വസ്തുക്കളാലും തിന്മയുടെ ചിന്തകളാലും തിന്മയുടെ സ്വാധീനങ്ങളാലും ബന്ധിക്കപ്പെട്ടിരുന്ന ആത്മാക്കൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിച്ച് കുടുംബങ്ങളിൽ നിന്നും വ്യക്തി ജീവിതങ്ങളിൽ നിന്നും ശരീരങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികൾ നിർവീര്യമാകട്ടെ. ശരീരങ്ങൾ അടിമപ്പെടുത്തിയിരിക്കുന്ന, ശരീരങ്ങളുടെ മേൽ അവകാശവാദം ഉന്നയിക്കുന്ന, ശരീരങ്ങളും ആധിപത്യം പുലർത്തിയിരിക്കുന്ന വിപരീത സ്വാധീനങ്ങളെ നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് സേവ്യർ, ചെമ്മനാട്ട് ഇടവകയിൽ നിന്ന് വരുന്നു. ഡ്രൈവറാണ്. നട്ടലിന് ഒരു ഓപ്പറേഷൻ ചെയ്ത് കുറച്ച് നാളായിട്ട് കിടപ്പായിരുന്നു. ഇവിടെ വരുമ്പോൾ ധ്യാനത്തിൽ വരുമ്പോൾ കോളർ റോഡാണ് വന്നുകൊണ്ടിരുന്നത്. വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. നട്ടലിന് വലിയ പരിക്കേറ്റ് അതിന് ശേഷം കോളർ ഇട്ടാണ് ഇവിടെ ധ്യാനത്തിന് വന്നിരുന്നത്. ഇന്നലെ ഞാൻ കോളർ ഇടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. പ്രാർത്ഥിക്കുമ്പോൾ വരുമ്പോൾ അതിൻ്റെ പ്രയോജനം കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ വിശ്വാസത്തോടെ വരണമല്ലോ. അതനുസരിച്ച് കോളർ ഇടാതെ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. ഇന്നലെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് രണ്ട് ഡ്രൈവർമാർക്ക് ഇങ്ങനെ നട്ടലിന് പ്രശ്നമുള്ളവരുടെ അത് മാർഗമായിട്ട് ഇവിടുന്ന് അനൗൺസ്മെൻ്റ് ഉണ്ടായി. അതനുസരിച്ച് ഞാൻ ഇന്നലെ വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് വണ്ടി ഓടിക്കുകയും ഇന്നും രാവിലെ വണ്ടി ഓടിച്ചു പോവുകയും ചെയ്തു. എനിക്കൊരു വേദനയില്ല, ഒരു പ്രശ്നമില്ലാതെ. ഇത് എത്ര നാളായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു? ഇതിപ്പോൾ ഒരു 4 മാസമായിട്ട്. 4 മാസമായിട്ട് കോളർ ഇട്ടാൽ തലയ്ക്ക് അല്ല ഈ നട്ടിൽ സംബന്ധമായി ബുദ്ധിമുട്ടോടിരുന്ന വണ്ടി ഓടിക്കുന്ന ഇദ്ദേഹത്തിന് ഇപ്പം അത് മാറി. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് വണ്ടി ഓടിച്ചു നോക്കി, അന്നേരം വേദനയായിരുന്നു. അതുകൊണ്ട് നിർത്തിയിട്ട് പിന്നെയും ഇന്നലെ ധ്യാനത്തിന് വന്ന്, ഈ ദിവസങ്ങളിൽ ധ്യാനത്തിന് വന്ന് ഇന്നലെ അനൗൺസ്മെൻ്റ് ഉണ്ടായി. വണ്ടി ഓടിക്കുന്ന 2 പേർക്ക്, ഡ്രൈവർമാരെ 2 പേർക്ക് നട്ടല് സംബന്ധമായ രോഗം ഈശോ സുഖപ്പെടുത്തുന്നു. പിന്നെ ഇപ്പോൾ കോളറും ഇല്ല, ഒന്നുമില്ല, അത് തുള്ളിച്ചാടി ഇതാ നടക്കണം. പ്രൈസ് ദി ലോർഡ്.